എല്ലാവർക്കും നമസ്കാരം. ജനുവരി 19 തിങ്കളാഴ്ച. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വാരാന്ത്യം സന്തോഷകരമായിരുന്നു എന്ന് കരുതുന്നു. എനിക്കും വളരെ നല്ലൊരു വാരാന്ത്യമായിരുന്നു. ശനിയാഴ്ച ജോലിയുണ്ടായിരുന്നുവെങ്കിലും ഞായറാഴ്ച എൻ്റെ കൊച്ചുമകനോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ചലച്ചിത്രശാലയിൽ പോയി അവതാർ ഫെയർ ആൻഡ് ആഷ് എന്ന പുതിയ ചലച്ചിത്രം കണ്ടു. 3 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ആ ചിത്രം അതിമനോഹരമായ ഒരു ദൃശ്യവിരുന്നായിരുന്നു. അതിൻ്റെ കാഴ്ചകൾ അത്രമേൽ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. സാധാരണ രീതിയിലുള്ള പ്രദർശനമാണ് ഞങ്ങൾ കണ്ടതെങ്കിലും അത് തികച്ചും ആസ്വാദ്യകരമായിരുന്നു. വിരമിച്ച സേവന ഉദ്യോഗസ്ഥർക്കും ആരോഗ്യ പ്രവർത്തകർക്കും മറ്റും നൽകുന്ന പ്രത്യേക ഇളവുകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ പോയത്. അത് വലിയൊരു ആശ്വാസമായിരുന്നു. ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ കഴിഞ്ഞ ശനിയാഴ്ച പുറത്തുവിട്ട ദൃശ്യങ്ങൾ വളരെ മികച്ചതായിരുന്നു. എല്ലാവരും അത് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖചിത്രം തയ്യാറാക്കി നൽകിയ സുഹൃത്തിനോടും എനിക്ക് വലിയ കടപ്പാടുണ്ട്. അദ്ദേഹം നിർമ്മിതബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചെറിയ ദൃശ്യങ്ങളും വളരെ നിലവാരമുള്ളവയാണ്. നിലവിൽ നമ്മുടെ മുഖ്യ ഭാരവാഹികളിൽ നിന്ന് പുതിയ അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിൽ ആരും നിരാശരാകേണ്ടതില്ല. അതുകൊണ്ടാണ് ബോധ്യങ്ങളിലുള്ള ധൈര്യം എന്ന വിഷയം ഇന്ന് സംസാരിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത്. നമ്മൾ ശരിയായ പാതയിലാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. സ്വന്തം ബോധ്യങ്ങളിൽ ഉറച്ചുനിൽക്കുക എന്നാൽ നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കാണിക്കുന്ന ധൈര്യവും ആത്മവിശ്വാസവുമാണ്. പുറത്തുനിന്നുള്ള ബഹളങ്ങളോ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങളോ നമ്മളെ ബാധിക്കാൻ പാടില്ല. ലോകം മുഴുവൻ എതിർത്താലും ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി തലയുയർത്തി നിൽക്കാൻ സാധിക്കണം. ഇത് നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുന്നതിനെക്കുറിച്ചാണ്. കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാലും അത് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയാകരുത്, മറിച്ച് നമ്മുടെ തത്വങ്ങൾക്കനുസരിച്ചായിരിക്കണം. നമ്മുടെ ഈ യാത്രയിൽ പല വെല്ലുവിളികളും നമ്മൾ നേരിട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ നിലപാടുകൾ കാരണം സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും വരെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. പലർക്കും ഭീഷണികൾ പോലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയായ കാര്യമാണെന്ന്. ആ ബോധ്യമാണ് എനിക്ക് കരുത്ത് നൽകുന്നത്. എൻ്റെ കുടുംബത്തിനു വേണ്ടിയും നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയുമാണ് ഞാൻ ഇവിടെ എന്നും നിലകൊള്ളുന്നത്. നിങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസമെങ്കിലും നൽകാൻ കഴിയുന്നത് എനിക്ക് സന്തോഷമാണ്. സ്ഥിരതയോടെ മുന്നോട്ട് പോകണമെങ്കിൽ വിമർശനങ്ങളെയും സാമൂഹിക സമ്മർദ്ദങ്ങളെയും അതിജീവിക്കണം. പലപ്പോഴും ജനപ്രീതിയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും. പക്ഷേ അവ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമായിരിക്കും. നമ്മുടെ മുഖ്യ ഭാരവാഹിയും മുൻപ് ഇത്തരം കഠിനമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ലക്ഷ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യം മൂലമാണ്. പലരും വെറും അത്യാഗ്രഹത്തിന് പുറത്താണ് പലതും ചെയ്യുന്നത്. അവർക്ക് പണം മാത്രമാണ് പ്രധാനം. എന്നാൽ സത്യസന്ധതയോടെ മുന്നേറുന്നവരാണ് ഈ സമൂഹത്തിൻ്റെ യഥാർത്ഥ തൂണുകൾ. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവരല്ല നമ്മൾ. കാര്യങ്ങൾ നിശബ്ദമായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല സംശയങ്ങളും ഉത്കണ്ഠകളും ഉണ്ടായേക്കാം. ഇതാണ് ഏറ്റവും കൂടുതൽ ധൈര്യം കാണിക്കേണ്ട സമയം. അനാവശ്യ ചിന്തകളെ അകറ്റി നിർത്തി നമ്മൾ ഒരേ മനസ്സോടെ കൈകോർത്ത് നിൽക്കണം. പുറത്തുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ എത്രത്തോളം ഒത്തൊരുമയോടെ നിൽക്കുന്നുവോ അത്രത്തോളം കരുത്തോടെ ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ കഴിയും. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഓരോ തവണയും പുതുക്കിക്കൊണ്ട് നമ്മൾ മുന്നേറണം. ഇന്നത്തേക്ക് ഇത്രമാത്രം. മറ്റുള്ളവർ പങ്കുവയ്ക്കുന്ന പുതിയ ദൃശ്യങ്ങളും ഗാനങ്ങളും കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങളോടൊപ്പം എന്നും നിലകൊള്ളുന്ന സുഹൃത്തുക്കൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയിൽ ഉറച്ചുനിൽക്കുന്ന ഓരോരുത്തരോടും എനിക്ക് വലിയ ബഹുമാനമുണ്ട്. പുതിയ കാര്യങ്ങളുമായി നാളെ ഞാൻ വീണ്ടും വരാം. വിശേഷങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി.